ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളിട്ട വീഡിയോസിൽ ഹൽദിയുടെയും മെഹന്തിയുടെയും ഒക്കെ വിശേഷങ്ങളായിരുന്നേ. അപ്പം അത് മാത്രം പോരല്ല, അപ്പം നമ്മുടെ കല്യാണ വിശേഷങ്ങളുമായിട്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. അപ്പം നോർത്ത് ഇന്ത്യൻ കല്യാണം എന്ന് പറയുമ്പോൾ രാത്രി ഒരു 8 മണി 10 മണിക്കൊക്കെയാണ് അവരുടെ കല്യാണങ്ങൾ തുടങ്ങുന്നത് തന്നെ. അപ്പം നമ്മളും ഏകദേശം ആ ഒരു സമയമൊക്കെ ആയപ്പോൾ അവിടെ എത്തി നമ്മൾ ആദ്യം തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ആയിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഒത്തുകൂടി അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ അവരുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് കുറേ സംസാരിച്ചു. എല്ലാം കഴിഞ്ഞു. പിന്നെ സ്റ്റാർട്ടറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടറൊക്കെ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെല്ലാം റെഡി ആയിട്ട് വന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ അവരുടെ കൂടെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ അവരൊരു ഹോളിൽ രണ്ട് ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഹാളിൽ മോള് എല്ലാവരും വന്നു. അപ്പോൾ അവരുടെ ഒരു ഫങ്ഷനും അവർക്ക് എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കല്യാണം പോലെ പകലല്ലല്ലോ, അവരുടെ താലികെട്ട് കാര്യങ്ങളൊക്കെ രാത്രിയല്ലേ. അപ്പോൾ പിന്നെ അപ്പോഴേക്ക് ചെക്കൻ്റെ ഫാമിലിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ടിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ക്ലിയർ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എങ്കിലും ഞാൻ ആ സമയത്തില്ലേ ചെക്കനൊക്കെ വരുമ്പോൾ ഭയങ്കര പാട്ടും ഡോലക്കും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതൊന്നും ഇടാത്തത്. പക്ഷേ അടിപൊളി ഡാൻസ് ആയിരുന്നു. അവർ ചെക്കൻ വരുന്ന സമയത്തൊക്കെ കുതിരപ്പുറത്തല്ലേ വരുന്നത്. അപ്പം നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ. നമ്മളുടെ കല്യാണം അവരുടെ കല്യാണം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ മോളെല്ലാം റെഡി ആയിട്ട് അപ്പോൾ ചെക്കൻ ഓൾറെഡി വന്നു. അവരുടെ പൂജകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചെക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പോൾ അങ്ങനെ ചെക്കൻ സ്റ്റേജിലുണ്ട്. അപ്പോൾ മോള് ചെക്കൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഗംഭീരം എന്ത് ഭംഗിയാണെന്നറിയാം മോളെ കാണാൻ വേണ്ടിയിട്ട്. നല്ല സുന്ദരി മോളായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മോളൊക്കെ ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കല്യാണം അവരുടെ സ്കൂൾ ലൈഫ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്കും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണ് അവളെ സ്റ്റേജിലേക്ക് കയറ്റുന്നത് കേട്ടോ. അപ്പം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ അങ്ങ് കയറിപ്പോയല്ലോ. പിന്നെ വീഡിയോഗ്രാഫേഴ്സ് എന്തൊക്കെ പറയുന്നോ അതേമാതിരിയൊക്കെ നിന്നു കൊടുക്കണ്ടേ. അവരോരോരോ വിധം വെറൈറ്റി ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ മോളിങ്ങനെ എല്ലാത്തിനും നിന്നും എടുക്കണ്ടേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ സ്റ്റേജിലേക്ക് കയറി. പിന്നെ അവർക്ക് അവരുടേതായ മാലയിടലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേയൊക്കെ നമ്മളിങ്ങനെ കുറേ സമയമൊന്നും നമ്മൾ നിന്നിട്ടുണ്ടായില്ല. അപ്പോഴേക്കും നല്ല തണുപ്പ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുള്ളൊരു ദിവസമായിരുന്നു ആ കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും അവർ അവിടെ സ്റ്റേജിൽ കയറി മാലയിടലും എല്ലാം കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ പിന്നെ പോയി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും നമ്മുടേതായ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണണേ.
അങ്ങനെ അവരുടെ മാലയിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. അപ്പം തന്നെ സമയം എത്രയായി എന്നറിയോ? പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ വെജിൽ വെറൈറ്റി ഫുഡാട്ടോ. അപ്പോൾ എല്ലാത്തുനിന്നും കുറേശ്ശെ എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോരുന്ന സമയത്ത് ലാസ്റ്റ് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ്സിൻ്റെ ഒരു ഡബ്ബ തരും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സ്വീറ്റ്സിൻ്റെ ഡബ്ബയൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞാൻ നമുക്ക് കിട്ടിയ സ്വീറ്റ്സിൻ്റെ ആ ഒരു ബോക്സ് ഞാനതിങ്ങനെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാമേ. താങ്ക് യു.